ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ നമ്മളെപ്പോഴും അഭിമാനപൂർവ്വം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. ആ ജന്മദിനം രാജ്യമാകെ ആഘോഷിക്കപ്പെടുമ്പോൾ തലസ്ഥാന ജില്ലയിൽ, ഇവിടെ കേരളത്തിൽ തലസ്ഥാന ജില്ലയിൽ നിന്നും ഒരു കാഴ്ച വരുന്നുണ്ട്. ആ കാഴ്ച നാടിനാകെ നാണക്കേടാണ്. എന്താണെന്നല്ലേ, കാണാം ആ കാഴ്ച. തിരുവനന്തപുരം കല്ലറ ഭരതനൂർ അംബേദ്കർ കോളനിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ജനാധിപത്യ കേരളത്തിന് നാണക്കേടാകുന്ന കാഴ്ച. ഈ ദുരവസ്ഥയ്ക്ക് വഴിയൊരുക്കിയ ചരിത്രം ഇങ്ങനെയാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് അന്ന് മന്ത്രിയായിരുന്ന AK ബാലനാണ് ഈ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തത്. അംബേദ്കറുടെ മുഖവുമായി പ്രതിമയ്ക്ക് യാതൊരു സാമ്യവുമില്ലെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അധികൃതർ പ്രതിമയുടെ തല വെട്ടിമാറ്റി. പുതിയ തല സ്ഥാപിച്ച് പ്രതിമ മനോഹരമാക്കുമെന്നായിരുന്നു ഉറപ്പ്. അന്നു മുതൽ 17 വർഷമായി ആ ഉറപ്പിന്റെ അവസ്ഥ ഇതാണ്. നാട് അറിയപ്പെടുന്നത് തന്നെ അംബേദ്കർ കോളനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ മഹത് വ്യക്തിയുടെ പേരിലാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളും ഭരണകർത്താക്കളും നമ്മളോട് കാണിക്കുന്ന, അതായത് ഈ പ്രതിമയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് ഈ തലയില്ലാത്ത ഈ പ്രതിമയെന്ന് പറയുന്നത്. പ്രതിമ പൂർത്തിയാക്കുമെന്ന വാഗ്ദാനം നൽകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ പ്രദേശത്തില്ല. എന്നാൽ വോട്ട് പെട്ടിയിലാകുന്നതോടെ നേതാക്കളും അധികൃതരും അംബേദ്കറെയും കോളനിവാസികളെയും ഒരുപോലെ മറക്കുകയാണ് പതിവ്. അപ്പോൾ ഇത് ചെയ്തു വെച്ചപ്പോൾ ഇതിൻ്റെ തലയ്ക്ക് അംബേദ്കർ രൂപം അല്ലാതെ വന്നതുകൊണ്ട് ആരോ നീക്കം ചെയ്തു. അതിൻ്റെ പേരിൽ കേസായി. ആ കേസിൻ്റെ പേരിലാണ് ഈ പ്രതിമ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അംബേദ്കർ അവഹേളിക്കുന്ന നമുക്ക് ഭയങ്കര ദുഃഖകരമായൊരു കാര്യമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇതാണ് നമ്മൾ കണ്ട കാഴ്ച. അംബേദ്കറിൻ്റെ പ്രതിമയോടാണ് ഈ അവഗണന. അതായത് ഒരു ശില്പം അതിൻ്റെ തലയില്ലാത്ത അവസ്ഥയിൽ 17 വർഷങ്ങളായി അവിടെ നിൽപ്പ് തുടങ്ങിയിട്ട്. അത് മറ്റാരുടെയും ശില്പമല്ല, ഡോക്ടർ BR അംബേദ്കറോടാണ്. നമ്മളെല്ലാവരും കടമപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ ശില്പിയോടാണ് ഈ തരത്തിലുള്ള അവഗണന. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നാളെ വരാനിരിക്കുമ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും നമുക്കത് ഓർത്തെടുക്കണം. എന്താണ് അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത്തരമൊരു ദുരവസ്ഥ അവിടെ ഉണ്ടായി എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. VV അരുണുണ്ട്. ഈ ഭരതന്നൂരിൽ VV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, നമ്മുടെ വാർത്തയിൽ അതിൻ്റെ ഒരു പൊതുചിത്രം സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ശില്പം അവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണ്? പ്രദേശവാസികൾ പറയുന്ന കാരണം സഹിത കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഈ ശില്പങ്ങളുടെ, പ്രതിമകളുടെ എണ്ണം കുറവല്ല. പ്രതിമകളുടെ നാടെന്ന് പോലും തിരുവനന്തപുരത്തെ പലരും വിശേഷിപ്പിക്കാറുണ്ട്. അത് കളിയാക്കിക്കൊണ്ടും അല്ലാതെയും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ BR അംബേദ്കറെ പോലെ രാജ്യമാകെ ബഹുമാനിക്കുന്ന, രാജ്യം ആകെ ആദരിക്കേണ്ട ഒരു മഹാൻ, അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇത്തരത്തിൽ ഈ അവസ്ഥയിൽ നിൽക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നാണക്കേടുള്ള കാര്യം തന്നെയാണ്. ഇത് 2009 അന്നത്തെ VS അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്താണ് ഈ പ്രതിമ സ്ഥാപിക്കുന്നത്. പക്ഷേ സർക്കാരുമായി നേരിട്ട് ബന്ധമുള്ള ഒന്നല്ല. ഇവിടെ അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന AK ബാലനാണ് ഇവിടെ ഈ പ്രതിമ അനാച്ഛാദനം നിർവഹിച്ചു എന്ന് ഇവിടെ ഈ വ്യക്തമാക്കുന്നത്. പക്ഷേ അദ്ദേഹം നേരിട്ട് പങ്കെടുത്ത പരിപാടിയല്ല. അന്ന് പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായ അന്നത്തെ ആര്യനാട് MLA G കാർത്തികേയൻ ഇവിടെ പങ്കെടുത്തിരുന്നു. മറ്റു ചില ആളുകളുമൊക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തിയൊരു ഉദ്ഘാടനമാണ്. അതിനുശേഷമാണ് ഈ പ്രതിമ ഇങ്ങനെയായത്. അതായത് ഇതിപ്പോൾ ഇവിടെ കാണുന്ന ഈ അംബേദ്കറിൻ്റെ രൂപം നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ഉടൽ മാത്രമുള്ള, തലയില്ലാത്ത ഒരു രൂപം. അതിന് തൊട്ടു താഴെയായി ഒരു തലയുടെ ഭാഗമുണ്ട്. പക്ഷേ BR അംബേദ്കറുമായി യാതൊരു സാമ്യവുമില്ലാത്ത ഒരു തലയുടെ ഭാഗമാണ്. ഇത് ആദ്യം സ്ഥാപിച്ച അതുമല്ല. അതിനുശേഷം ആദ്യം വന്നപ്പോൾ ആ രൂപ സാദൃശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി പിന്നീട് സ്ഥാപിച്ച ഒരു തലയുടെ രൂപമാണ് ഇവിടെ ഉള്ളത്. ഇത് രണ്ടാമത് കൊണ്ടുവന്നതാണ്. ഇതും ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഇതിന് പുറകിലുള്ള പറമ്പിൽ കിടക്കുകയായിരുന്നത് ഇപ്പോൾ ആരും എടുത്ത് ഇവിടേക്ക് വച്ചതാണ്. ഏതായാലും ഇതിൻ്റെ ഒരു ചരിത്രം നമ്മുടെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന അഭിലാഷ്, നമ്മുടെ റിപ്പോർട്ടർ അഭിലാഷ് എന്നോടൊപ്പം ചേരുകയാണ്. അഭിലാഷ്, എന്താണ് ഇത്തരമൊരു BR അംബേദ്കറെ പോലൊരു ഇത്രയും രാജ്യം ആദരിക്കുന്ന, ലോകം തന്നെ ആദരിക്കുന്ന ഒരു മഹാന്റെ പ്രതിമയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ, അതും കേരളത്തിലുണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ ഈ ഒരു വാർത്ത ഈ പ്രദേശത്ത് തന്നെയുള്ളൊരു യുവാവ് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തി ഈ പ്രതിമ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ എന്താണ് സാക്ഷര കേരളത്തിന് തന്നെ ഒരു അപമാനം എന്ന രീതിയിലാണ് ഒരു BR അംബേദ്കർ എന്നൊരു മഹാന്റെ പൂർണ്ണകായ പ്രതിമ തലയില്ലാതെ
ഈ ഒരു ഭരണഘടന ഉൾപ്പെടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് 17 വർഷമായി ഇത്തരത്തിൽ ഈ പ്രതിമ തലയില്ലാതെ ഇവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും ആരുടെയും ഒരു ഭരണകർത്താക്കളുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടില്ലേ എന്ന് തോന്നിപ്പോകുന്ന ഇതായിരുന്നു. പക്ഷേ പിന്നീട് അറിയാൻ കഴിഞ്ഞത്, കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഇത് ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ തന്നെ പല സ്ഥാനാർത്ഥികളും നമ്മുടെ ഒരു വിജയിക്കുകയാണെങ്കിൽ ഈ വാർഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മണ്ഡലത്തിലേക്ക് ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഈ അംബേദ്കറുടെ പ്രതിമ പുനഃസ്ഥാപിക്കാം, അല്ലെങ്കിൽ തല തിരിച്ചു നൽകാം എന്നുള്ള രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങൾ പോലും ഇവിടെ കൊടുത്തിരുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് ഇതൊരു പട്ടികജാതി കോളനി പോലുള്ള സ്ഥലമാണ്. ഇവിടെ ഈ ഒരു, അതായത് റോഡോ ഈ ഭാഗത്തേക്ക് വരുന്ന റോഡ് നമുക്കറിയാം, റോഡ് പൊട്ടിപ്പൊളിഞ്ഞതാണ്, അതുപോലെ കുടിവെള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം തന്നെ ആയി തീർന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു പ്രതിമ, അത് ഈ അംബേദ്കർ നഗർ കോളനിയുടെ പേര് തന്നെ, അതായത് ഈ നഗറിന്റെ പേര് തന്നെ അംബേദ്കർ. സഹിത്ത് ഇത് വാമനപുരം നിയമസഭാ നിയോജക മണ്ഡലത്തിൽപ്പെട്ട പ്രദേശമാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. അംബേദ്കറുടെ പേരിലുള്ള ഒരു വാർഡ് തന്നെ ഇവിടെ ഉണ്ട്. അതായത് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അംബേദ്കർ കോളനിയിൽ അവിടെ അംബേദ്കറുടെ പേരിലാണ് ഇവിടുത്തെ വാർഡ് തന്നെ. വാർഡ് മെമ്പർ 15 വർഷമായി വാർഡ് മെമ്പറാണ്. എത്ര, 3-ാം തവണയാണോ? 4-ാം തവണ. അപ്പൊ അതായത് ഈ ഇതിന്റെ ഒരു പ്രതിമയോട് വയ്ക്കുമ്പോ പേരെന്താ? ലളിതകുമാരി. താങ്കൾ ഇവിടെ അന്ന് ഇവിടെ ജനപ്രതിനിധി ആയിരുന്നോ? അല്ല. ഞാൻ 2010 വന്നത്. അപ്പൊ അതിന് ശേഷം ഈ തലയില്ലാത്ത ഈ പ്രതിമയാണ് കാണുന്നത്. നമുക്ക് 2010 വരുമ്പോൾ തന്നെ തലയില്ല ഇതിന്. എത്ര നാൾ തല ഉണ്ടായിരുന്നു ഈ പ്രതിമയ്ക്ക്? ഇല്ല, ഞാൻ തല കണ്ടിട്ടില്ല. ഇതിങ്ങനെ പൊതിഞ്ഞു കെട്ടി വെച്ചേക്കണ കണ്ടിട്ടുണ്ട്. ഇത് അനാച്ഛാദനം ചെയ്യണ സമയത്ത്, പിന്നെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നതിന്റെ ഇത് പണിയുന്ന സമയത്താണ് കണ്ട. ഞാൻ പുറത്ത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയിരുന്നു. തിരിച്ചു വരുമ്പോൾ തലയില്ലാത്തതാണ് ഞാൻ കണ്ടത്. 2010 ജനപ്രതിനിധി ആയി. ഞങ്ങൾക്ക് അന്ന് 1500 രൂപയാണ് ഓണറേറിയം. ഞങ്ങൾ 10,000 രൂപ ഓണറേറിയത്തിൽ നിന്ന് നമുക്കത് ചെയ്യാൻ കഴിയില്ല. നമുക്കും വളരെ ദുഃഖമുണ്ട്. പഞ്ചായത്ത് വിചാരിച്ചാൽ നടക്കില്ലേ? പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ഒരു പദ്ധതി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് തിരക്കുന്നുണ്ട്. 6 വർഷമായിട്ട് തിരക്കാൻ പറ്റിയില്ലേ? കാരണം PC അംഗീകാരം തരുമെന്ന് ഒരു പ്രതിമ ചെയ്യാൻ പഞ്ചായത്തിൽ ഒരു ഘട്ടത്തിലും ഒരു പഞ്ചായത്ത് യോഗത്തിലും ചർച്ചയ്ക്ക് ഈ വിഷയം വന്നിട്ടേ ഇല്ല. 50 വർഷം കൊണ്ട് CPM-ന്റെ പിന്നെ MLA ആണ് ഇവിടെ ഭരിക്കണത്. അത് ഇതിനെക്കുറിച്ച് ഒരു 10 രൂപ പോലും, ഞാൻ 15 വർഷമായി വന്നിട്ട് ഇതിനകത്ത് MLA ഫണ്ട് വന്നിട്ടില്ല. പഞ്ചായത്തിൽ ചർച്ച വന്നിട്ടേ ഇല്ല. പഞ്ചായത്തിൽ MLA ഫണ്ട് വന്നിട്ടുണ്ട്. MLA ഫണ്ടല്ല, പഞ്ചായത്തിൽ ഈ വിഷയം, അതായത് താങ്കൾ ഈ അംബേദ്കർ കോളനി പ്രതികരിക്കുന്ന ജനപ്രതിയാണല്ലോ. ഈ എപ്പോഴെങ്കിലും ആളുകൾ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, പരാതി പറഞ്ഞിട്ടോ? അപ്പോൾ എപ്പോഴെങ്കിലും പഞ്ചായത്തിന്റെ ചർച്ചയിൽ, അജണ്ടയിൽ എപ്പോഴെങ്കിലും വിഷയം വന്നിട്ടുണ്ട്? പഞ്ചായത്തിൽ ഈ ചർച്ച ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഉൾക്കൊണ്ടിട്ടില്ല. അപ്പൊ പഞ്ചായത്ത് ഇപ്പൊ CPM ആണ്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ആയിരുന്നു. അപ്പൊ പിന്നെ അവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഫണ്ട് ഉണ്ടാവും, ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞോണ്ട് ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ആരായുന്നുണ്ട്. അതിന്റെ 16 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഫണ്ട് വേണ്ടേ? 16 വർഷം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഇതിനകത്ത് കാരണവന്മാർ ഇത് ചെയ്തു വെച്ചവരുണ്ടല്ലോ, അവരുടെ പലരുമായിട്ടും ചോദിച്ചപ്പോഴത്തെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.